ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എസ് ഐ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 158/2023. കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കിനി ഡിഗ്രി ലെവലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ചെയ്തു വരുന്നത്. കാര്യം ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ എക്സാം വരുന്നത് കൊണ്ട് തന്നെ. അതേപോലെ നിങ്ങൾ +2 ലെവലിൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണേ. നിങ്ങളത് ഡിഗ്രി ലെവലാണെന്ന് വിചാരിക്കരുത്. ചില ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ 10th ലെവലിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നത് ഏത് തരത്തിലായാലും മാത്സ് മാത്രമായിരിക്കും കുറച്ചധികം ബുദ്ധിമുട്ടാക്കുന്നത്. ബാക്കിയെല്ലാം ഏകദേശം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു ഇതൊക്കെ എല്ലാം സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ഡാഷ് നെക്സ്റ്റ് ഡോർ ടു മൈ ആൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. വൺ ഓഫ് മൈ ടീച്ചേഴ്സ് അല്ലെ, എൻ്റെ ടീച്ചേഴ്സിൽ ഒരാളെന്നാണ്. ഇവിടെ ടീച്ചേഴ്സ് എന്ന് മാത്രം എടുത്തു കഴിയുമ്പോഴേക്കും അത് പ്ലൂറൽ ആണെന്ന് വിചാരിക്കരുത് അല്ലെ. ഇവിടെ എന്താണ് ഈ വൺ ഓഫ്, കുറേ വേർഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? വൺ ഓഫ്, അതേപോലെ ഈച്ച് ഓഫ്, പിന്നെ എന്താണ് ഈച്ച് ഓഫ്, എ ഗ്രൂപ്പ് ഓഫ്, എവറി വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, അതേപോലെ എയ്തർ ഓഫ്, അതേപോലെ നെയ്തർ ഓഫ്, വൺ എമംഗ് ദ, പിന്നെ വരുന്നത് വൺ ആൻഡ് ഹാഫ്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, നോട്ട് വൺ ഓഫ്. എന്താണ്? നോട്ട് വൺ ഓഫ്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഒപ്പമാണ് വരുന്നതെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒപ്പം എന്ത് വരണം? പ്ലൂറൽ നൗൺ ആണ് എങ്കിൽ വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ്? വൺ ഓഫ്, ഈച്ച് ഓഫ്, ഗ്രൂപ്പ് ഓഫ്, എവരി വൺ ഓഫ്, ഈച്ച് വൺ ഓഫ്, എയ്തർ ഓഫ്, അതേപോലെ നെയ്തർ ഓഫ്, വൺ എമംഗ്, വൺ ആൻഡ് ഹാഫ്, നോട്ട് വൺ ഓഫ്. ഇത്രയും കാര്യങ്ങളുടെ ഒപ്പം പ്ലൂറൽ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കണം. ഇവിടെ പ്ലൂറൽ നൗൺ ആണ് അല്ലെ, സിംഗുലർ വെർബ് ആകുമ്പോൾ എന്ത് വരണം? ലീവ്സ് അല്ലെ, ലീവ്സ് ആണ് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഐ റിയലൈസ്ഡ് ദാറ്റ് വി ഡാഷ് ബിഫോർ. രണ്ട് കാര്യങ്ങളാണല്ലേ ഞാൻ മനസ്സിലാക്കി. എന്താ ദാറ്റ് വി എന്തായിരിക്കണം? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി തവണ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ്? രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ കാലത്ത് നടന്ന രണ്ട് പ്രവർത്തികളാണ്. ഒന്ന് ഞാൻ മനസ്സിലാക്കി, കഴിഞ്ഞുപോയത്. ദാറ്റ് വി എന്തായിരിക്കണം? ഹാഡ് മെറ്റ് അല്ലെ, ദാറ്റ് വി ഹാഡ് മെറ്റ്. അതായത് രണ്ട് കാര്യങ്ങൾ വരുമ്പോഴേക്കും എന്താണ്? രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലായിരിക്കണം പറയേണ്ടത് അല്ലെ. രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റ്. ഇനി എന്താണ്? ആദ്യം നടന്ന കാര്യം എന്തായിരിക്കണം പറയേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം. അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് V3 ആയിരിക്കണം പറയേണ്ടത്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് വേണം, എന്ത് വേണം? ഹാഡ് V3 ഫോമിലായിരിക്കണം. ആദ്യം നടന്ന കാര്യം എന്താണ്? രണ്ടാമത് നടന്ന കാര്യം എന്താണ്? സിമ്പിൾ പാസ്റ്റിലായിരിക്കണം പറയേണ്ടത്. അതായത് സബ്ജക്റ്റ് പ്ലസ് V2 ഫോമിലാണ് വേണ്ടത്. ോ ഇതാണ് നമ്മുടെ സെക്കൻഡ് നടന്ന കാര്യം അല്ലെ. ഇവിടെ എന്താണ്? ഓൾറെഡി ഞാൻ കണ്ടു, വി ഹാഡ് മെറ്റ് ബിഫോർ. ഞാൻ പണ്ടെപ്പോഴും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് എന്താണ്? ഐ റിയലൈസ്ഡ്, ഞാൻ മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. രണ്ടും കഴിഞ്ഞു പോയ കാര്യമാണ്. ആദ്യം നടന്ന കാര്യത്തെ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യത്തിലെ സിമ്പിൾ പാസ്റ്റിലുമാണ് പറയേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് V3 ആണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. Against her parents' wishes, she wants to be dash journalist. എന്താണ് പറയേണ്ടത്? അവളുടെ ആഗ്രഹം എന്താണ്? ജേർണലിസ്റ്റ് അല്ലെ. അവിടെ പറയേണ്ടത് സിമ്പിൾ ആയിട്ട് എ ആണ് അല്ലെ. എ ജേർണലിസ്റ്റ്. ഷീ വാണ്ട്സ് ടു ബി എ ജേർണലിസ്റ്റ്. യു ലൈക്ക്ഡ് ബ്രെഡ്. ലൈക്ക്ഡ് അല്ലെ, യു ലൈക്ക് ബ്രെഡ്. ഇവിടെ എന്താണ് വരേണ്ടത്? ഇവിടുത്തെ നമുക്കറിയാം, ഈ തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ്. സോ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ലൈക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? ഡു പ്ലസ് ലൈക്ക് ആണ്. ലൈക്ക് എന്ന് പറയുന്നത് അല്ലെ, ഡു പ്ലസ് ലൈക്ക് ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ടാഗ് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്ത് കളയാം? ഇത് കട്ട് ചെയ്ത് കളയാം. ആറിൻഡ്യൂ എന്നൊന്നും വരില്ല. എന്തായിരിക്കണം? ഡോണ്ട് യു അല്ലെ. ഇവിടെ ഏതാണ് ആൻസർ വരേണ്ടത്? ഡോണ്ട് യു ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഐ ഡു നോട്ട് അപ്രൂവ് ഡാഷ് യുവർ ആക്ഷൻ. എന്താണ്? ഐ ഡു നോട്ട് അപ്രൂവ്. അപ്രൂവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓഫ്. ഐ ഡു നോട്ട് അപ്രൂവ് ഓഫ് യുവർ പ്രൊഫഷൻ ആണ്. ഓഫ് യുവർ പ്രൊഫഷൻ കണ്ട. അതായത് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടോ വസ്തുവിനോടോ ഒക്കെ ഉള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ ഓഫ് എന്ന് പറയുന്നത്. ഐ ഡു നോട്ട് അപ്രൂവ് ഓഫ് യുവർ ആക്ഷൻ. ഞാൻ നിന്റെ ആക്ഷൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ അപ്രൂവ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് ദ വേർഡ് ഇൻട്രപ്ഡ്. ഇൻട്രപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേവ്, ധൈര്യപൂർവ്വം. അതിനെയാണ് നമ്മൾ ഇൻട്രപ്ഡ് എന്ന് പറയുന്നത് കേട്ടോ.
പഠിച്ചു വെക്കണേ. ഇൻട്രപ്പിഡ് എന്താണ്? ബ്രേവ് ആണ്. ബ്രേവ്, ഫിയർലെസ് എന്നൊക്കെ പറയാം. പ്ലെന്റിഫുൾ, പ്ലെന്റിഫുൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ലാവിഷ്, ആംബിൾ, എബൻഡന്റ് എന്നൊക്കെ പറയാം. പ്ലെന്റിഫുൾ ഒത്തിരി ഉള്ള എന്നുള്ളത്. ലൈവ്ലി ആണെങ്കിലോ, ലൈവ്ലിക്ക് നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ളത്, വൈബ്രന്റ് ആയിട്ടുള്ളത്, അതിനെയൊക്കെയാണ് നമ്മൾ ലൈവ്ലിയുടെ പറയുന്നത്. അൺഫെയർ, അൺഫെയർ എന്ന് പറയുമ്പോൾ എന്താണ്? പാർഷ്യൽ, ബയാസ്ഡ്, അതിനെയൊക്കെയാണ് നമ്മൾ അൺഫെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇഡിയം ടു ടേക്ക് ദ റെയിൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ടു ടേക്ക് ദ റെയിൻസ് എന്ന് പറഞ്ഞാൽ, ഈ റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മറ്റേ കുതിരയുടെ കടിഞ്ഞാണില്ലേ, അതിനെയാണ് നമ്മൾ റെയിൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ടു ടേക്ക് ദ റെയിൻസ് എന്ന് പറഞ്ഞാൽ? ടു അസ്യൂം കമാൻഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ കൺട്രോൾ കീഴടക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കൺട്രോൾ ചെയ്യുക. ടു അസ്യൂം കമാൻഡ്, അതിനെയാണ് നമ്മൾ ടു ടേക്ക് ദ റെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ റെയിൻ എന്താന്ന് അറിഞ്ഞിരിക്കുക? കടിഞ്ഞാൺ, കുതിരയുടെ കടിഞ്ഞാണ് അല്ലെ, നമ്മുടെ കയ്യിലായിരിക്കും അല്ലെ കൺട്രോൾ, അതിനെയാണ് ടു അസ്യൂം കമാൻഡ്. കമാൻഡ് കേൾക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ. RSVP is an abbreviation of responsive was plate. ഇങ്ങനെ എന്തൊക്കെയോ ആണ് ഇത് വായിക്കേണ്ടത്, നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊരു ഫ്രഞ്ച് ഫ്രേസ് ആണ് തന്നിരിക്കുന്നത്, ഫ്രഞ്ച് ആണ് തന്നിരിക്കുന്നത്. എന്താണ്? അപ്പൊ RSVP എന്ന് പറഞ്ഞാൽ അതിന്റെ അബ്രിവേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? പ്ലീസ് റെസ്പോണ്ട്, ആ ഒരു മീനിങ് ആണ്. പ്ലീസ് റിപ്ലൈ ചെയ്യുക, അതിനെയാണ് നമ്മൾ RSVP എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താണ് ഈ പറയുന്ന എന്തുവാണ്, നമ്മൾ മെയിലൊക്കെ കാണും ചിലപ്പോൾ ഈ RSVP എന്ന് പറഞ്ഞാൽ അതിനെ റിപ്ലൈ ചെയ്യുക. അതൊരു ഫ്രഞ്ച് ഫ്രേസ് ആണ് പറയുന്നത്. ആ ഫ്രഞ്ച് ആണ് ഇത് വായിക്കുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? പ്ലീസ് റിപ്ലൈ. അപ്പൊ RSVP അതിന്റെ ഫുൾ ഫോം കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. ഇതാണ് പ്ലീസ് റിപ്ലൈ, ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അതേപോലെ നമുക്ക് കുറച്ച് ഇത് നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ചുണ്ടല്ലോ. എന്താണ്? നോട്ടേ ബിന. നോട്ടേ ബിന എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ടേ ബിന, നോട്ടേ ബിനെ, അതായത് നോട്ട് വെൽ, പേ അറ്റൻഷൻ, അതിനേക്കാണ് നോട്ടേ ബിന എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? എൻ റൂട്ട്. എൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ ആണ്. എൻ റൂട്ട്, എൻ റൂട്ട് എന്ന് പറയുന്നത് ഓൺ ദ വേ ആണ്. അതേപോലെ എൻ പാസന്റ്, ബൈ ദ വേ, എൻ പാസന്റ് എന്ന് പറയും. എൻ പാസന്റ് എന്ന് പറഞ്ഞാൽ ബൈ ദ വേ, ആ ഒരു മീനിങ്ങിലാണ് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ എക്സ്പ്രഷൻ വിച്ച് ഈസ് ഇക്വിവാലന്റ് ഇൻ ദ മീനിങ് ഓഫ് ദ ടേം ലിംനോളജി. ലിംനോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിംനോളജി, സ്റ്റഡി ഓഫ് ലേക്സ്. ലേക്സ് ആണ് എന്ത്? ലിംനോളജി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? സ്റ്റഡി ഓഫ് മൗണ്ടൈൻസ്. മൗണ്ടൈൻസ് എന്ന് പറയുന്നത് ഓറോളജി ആണ്. ഓറോളജി എന്താണ്? സ്റ്റഡി ഓഫ് മൗണ്ടൈൻസ് ആണ്. സ്റ്റഡി ഓഫ് മൗണ്ടൈൻസ്. ഇനി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഫേസ് ആണെങ്കിലോ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഫേസിനെ പറയുന്ന പേര് പ്രോസ്പോളജി. പ്രോസോപോളജി. പ്രോസോപോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഫേസ് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ സ്റ്റഡി ഓഫ് കളേഴ്സ് ആണെങ്കിൽ എന്താണ്? ക്രോമാറ്റിക്സ് അല്ലെ. ക്രോമാറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് കളേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഹി ടേക്ക് ആഫ്റ്റർ ഹിസ് മദർ റാദർ ദാൻ ഫാദർ. ഹി ടേക്ക് ആഫ്റ്റർ നമ്മൾ ഒത്തിരി തവണ അല്ലേ, ഈ 43 ദിവസത്തിൽ ഒത്തിരി തവണ നമ്മൾ പറയുന്നത്. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിസംബിൾസ്. അവൻ എന്താണ്? ആരെ പോലെയാണ്? അമ്മയെ പോലെയാണ്. അച്ഛനേക്കാൾ കൂടുതൽ അവൻ ആരെ പോലെയാണ്? അമ്മയെ പോലെയാണെന്ന് പറയാണ്. റിസംബിൾ, ആ ഒരു സിമിലാരിറ്റിയാണ് നമ്മൾ ടേക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത്. ടേക്ക് ഇൻ എന്താണ്? ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ഡിസീവ് ആണ്. ടേക്ക് ഇൻ, ടേക്ക് ഇൻ എന്ന് പറയുമ്പോൾ ഡിസീവ്, DECEIEV ആണ്. ഓക്കെ, ഡിസീവ്. അതേപോലെ ടേക്ക് ഇറ്റ്, ടേക്ക് ഇറ്റ്. ഓക്കെ, ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ ടു എൻഡ്യൂർ, ടേക്ക് ഇറ്റ് വരുന്നത്. ടേക്ക് ആഫ്റ്റർ പറഞ്ഞ് നമ്മൾ എന്താണ്? റിസംബിൾ എ പാരന്റ് ഓർ അല്ലെ, റിലേറ്റ് ചെയ്യും. നമ്മൾ എപ്പോഴും പറയും, നമ്മൾ നേരത്തെ പറഞ്ഞ അവൻ അവളുടെ ചേട്ടനെ പോലെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പൊ ടേക്ക് ആഫ്റ്റർ എന്താണ്? റിസംബിൾ ആണ്. ഓക്കെ ആണല്ലോ. ടേക്ക് ഓവർ. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്ക് ഓവർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ടേക്ക് ഓവർ ഒക്കെ. ടേക്ക് കൺട്രോൾ, അതിനെയാണ് നമ്മൾ കൺട്രോൾ നമ്മൾ എടുക്കുന്നതിനെയാണ് എന്താ ടേക്ക് ഓവർ എന്ന് പറയുന്നത്. ടേക്ക് കൺട്രോൾ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. കൂടെ ഇരുന്ന് കഴുത്തറക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടെ ഇരുന്ന് വിനാശകാലെ വിപരീത ബുദ്ധി, കെട്ട കാലത്ത് കെട്ട ബുദ്ധി, കൂടുവിട്ട് കൂടുമാറുക, അടുത്തുകൂടി ചതിക്കുക. അതിനെയാണ് നമ്മൾ കൂടെ ഇരുന്ന് കഴുത്തിറക്കുക, അടുത്തുകൂടി ചതിക്കുക എന്നുള്ളതിനെയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പറയാം. അറൗണ്ട് ദ കോർണർ. അറൗണ്ട് ദ കോർണർ എന്താണ് നമ്മൾ പറയുന്നത്? ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അറൗണ്ട് ദ കോർണർ, വെരി നിയറസ്റ്റ്. നമ്മൾ ഇതിന്റെ ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അറൗണ്ട് ദ കോർണർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. എന്താണെന്ന് നോക്കിക്കേ. ഗർഭിണിയായ അവന്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി. പിന്നെന്താ പറയുന്നത്? 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനം ഇത്തവണ 100ൽ 95 ആണ്.
ഏകദേശം 358 പേർ യോഗത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ഓരോരുത്തരുമായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. ഇവിടുത്തെ തെറ്റില്ലാത്ത വാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏകദേശം 358 പേർ എന്ന് വേണ്ട, അല്ലെ? 358 പേർ യോഗത്തിൽ പങ്കെടുത്തു എന്ന് മതി. ഓക്കെ ആണല്ലോ. 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനം 195 മതി. ഇത്തവണ എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഗർഭിണിയായ അവന്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി. അവിടെയും എന്താണ്? അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ അതും എന്താണ്? തെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദം. പ്രസംഗിക്കുന്നയാളെ പറയുന്ന പേരാണ് പ്രസംഗകൻ. നമ്മൾ പ്രാസംഗികൻ എന്നൊക്കെ ഓർക്കും, അതെന്താണ്? പ്രസംഗകനാണ്. പ്രസംഗിക്കുന്ന ആളാണ് പ്രസംഗകൻ. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പിപ്പടിഷു, അല്ലെ? നമ്മൾ കുറെ ഒറ്റപ്പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ്? പിപ്പാസു. അതേപോലെ വ്യാകരണം അറിയുന്നവൻ ആരാണ്? വൈയാകരണൻ, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ ഈ ഒരു ഇയ്യ വന്നിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ഈ വെറും യാ തന്നെയാണ് പറയാറ്. ഓക്കെ. അതേപോലെ വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയാ? നമുക്ക് ദിപ്സു. ദിപ്സു എന്ന് പറഞ്ഞാൽ എന്താണ്? വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? നെക്സ്റ്റ് നോക്കാം. തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ എന്താണ്? തണുപ്പുണ്ട് എന്ന് പിരിച്ചെഴുതിയാൽ തണുപ്പ് പ്ലസ് ഉണ്ടാണ് തണുപ്പുണ്ട്. തണുപ്പ് പ്ലസ് ഉണ്ട് തണുപ്പുണ്ട്. പെരും പ്ലസ് പറ എന്താണ്? പെരും പ്ലസ് പറ പെരുമ്പറയാണ്. മല പ്ലസ് പുഴ എന്താണ്? മല പ്ലസ് പുഴ എന്താണ്? മലമ്പുഴ. മല പ്ലസ് പുഴ എന്താണ്? മലമ്പുഴയാണ്. അതേപോലെ ചോദിക്കുന്നതാണ് പൂ പ്ലസ് അമ്പൻ. പൂ പ്ലസ് അമ്പൻ എന്താണ് അതിനെ വരേണ്ടത്? പൂവമ്പൻ. പൂവമ്പൻ. അതേപോലെ കരി. കരി പ്ലസ് പാറ എന്ത് വന്നം? കരിമ്പാറ. കരി പ്ലസ് പാറ എന്താണ്? കരിമ്പാറയാണ്. ഭൂമിയുടെ പര്യായപദം അല്ലാത്തത് ആരാണ്? ധരണി, വസുധ, മേദിനി എല്ലാം എന്താണ്? ഭൂമിയുടെ പര്യായമാണ്, അല്ലെ? ജനിത്രിയാണ് അല്ലാത്തത്. അപ്പൊ ഇത് ഭൂമിയുണ്ട്, വസുധയുണ്ട്, ക്ഷോണിയുണ്ട്, അല്ലെ? ക്ഷോണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയാണ്. പാരെന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയാണ്. അചല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയാണ്. ധരണി, ധരിത്രി, അതേപോലെ ക്ഷോണി, വസുധ, മേദിനി ഇതെല്ലാം എന്താണ്? ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. വിപരീത പദം എഴുതുക. വിവൃതം. വിവൃതം ഓപ്പോസിറ്റ് എന്താണ്? സംവൃതം. വിവൃതം ഓപ്പോസിറ്റ് സംവൃതമാണ്. പഠിച്ചു വെക്കണം. വിവൃതം സംവൃതം. അഗ്രജൻ ഓപ്പോസിറ്റ് എന്താണ്? അഗ്രജൻ. ഓപ്പോസിറ്റ് ആണ് അവരജൻ. അഗ്രജൻ അവരജനാണ്. ഓക്കെ. വിഫലം. വിഫലം ഓപ്പോസിറ്റ് എന്താണ്? വിഫലം സഫലമാണ്. വിഫലം. അതേപോലെ വിയോഗം. വിയോഗം ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടത്? സംയോഗം. വിയോഗം സംയോഗമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഒറ്റപ്പദമാക്കുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്ന് പറഞ്ഞ ഏതാണ്? സർവജനീയം. ഓപ്ഷൻ എ ആണ്. ഒറ്റപ്പദം എല്ലാ ജനങ്ങൾക്കും ബാധകമായതാണ് സർവജനീയം. ലോകത്തെ സംബന്ധിച്ചത് എന്താണ്? ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. ലോകത്തെ സംബന്ധിച്ച് ലൗകികം. ശരീരത്തെ സംബന്ധിച്ചതാണെങ്കിൽ എന്താണ്? ശാരീരികം, അല്ലെ? ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം. മാനവനെ സംബന്ധിച്ചത് എന്താണ്? മാനവനെ സംബന്ധിച്ചത് മാനവികം. ഓക്കെ. അതേപോലെ ഉദ്യോഗത്തെ സംബന്ധിച്ചതാണെങ്കിൽ എന്താണ്? ഔദ്യോഗികം. ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികമാണ്. ഗൃഹത്തെ സംബന്ധിച്ചതാണെങ്കിൽ എന്താണ്? ഗാർഹികം. ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികമാണ്. വിവാഹത്തെ സംബന്ധിച്ചതാണെങ്കിൽ എന്താണ്? വൈവാഹികം. വൈവാഹികമാണ് വിവാഹത്തെ സംബന്ധിച്ചത്. നെക്സ്റ്റ് നോക്കാം. എതിർലിംഗം എഴുതുക. യാത്രികൻ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ മാത്സിലേക്ക് വരാം. നമുക്ക് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഒരു ക്ലാസ് പരീക്ഷയിൽ 15 പേർക്ക് 50-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു. 15 പേർക്ക് എത്ര കിട്ടി? 50-ൽ കൂടുതൽ ലഭിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ 15 പേർക്ക് 50-ൽ കൂടുതൽ കിട്ടി. ഇനി 23 പേർക്ക് എന്താണ്? 50-ൽ താഴെയാണ്, പക്ഷെ എന്താണ്? 10-ൽ കൂടുതലാണ്. അപ്പൊ 10-നും 50-നും ഇടക്കാണ് ഇവർക്ക് മാർക്ക് ലഭിച്ചിരിക്കുന്നത്. ബാക്കി 12 വിദ്യാർത്ഥികൾക്ക് 10-ൽ കുറവ് മാർക്ക് ലഭിച്ചു. എത്ര ശതമാനം വിദ്യാർത്ഥികൾക്കാണ് 10-നും 50-നും ഇടയിൽ മാർക്ക് ലഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 10-നും 50-നും ഇടയിൽ എത്ര പേർക്ക് കിട്ടി? 23 പേർക്ക് കിട്ടി. അത് ടോട്ടൽ സ്റ്റുഡൻസിന്റെ എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എത്രയാണ്? ക്ലാസ്സിലെ മൊത്തം 15-ൽ കൂടുതൽ 50-ൽ കൂടുതൽ കിട്ടി. 21 പേർക്ക് 10-നും 50-നും ഇടയ്ക്ക് കിട്ടി. 12 പേർക്ക് 10-ൽ താഴെ.
അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാൽ പോരെ. 5 3 8 8 2 10, 0 ശിഷ്ടം 1 വരും, 2 2 4, 4 1 5. 50 കുട്ടികളാണ് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. 50-ല് 23 പേർക്കാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്? 10-നും 50-നും ഇടയിൽ മാർക്ക്. സോ ഇൻറ്റു 100 ചെയ്താൽ മതി. 0 0 കട്ടാവും, ഇവിടെ ഇതും കട്ടാവും 2 തവണ. 23 × 2 46. സോ 46% പേർക്കാണ് എന്ത് 10-നും 50-നും ഇടയിൽ മാർക്ക് ലഭിച്ചിട്ടുള്ളത്. ABC എന്നിവരുടെ ഇപ്പോഴത്തെ പ്രായം 1:2:3 ആണ്. ABC 1:2:3 ആണ്. 10 വർഷത്തിന് മുമ്പ് സിയുടെ പ്രായം 50 വയസ്സായിരുന്നു എങ്കിൽ 10 വർഷത്തിന് ശേഷം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? എയുടെ പ്രായം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്കറിയാം ഇതിന് നമ്മൾ ജനറലി നമ്മൾ പറയുന്നത് 1x 2x 3x എന്നാണ് പറയുന്നത് അല്ലെ. അതായത് 10 വർഷത്തിന് മുമ്പെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? 3x - 10 അല്ലേ? 10 വർഷത്തിന് മുമ്പ് 3x - 10, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ വയസ്സ് പറയാം. ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 വർഷം മുമ്പ് 50 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് 60 ആയിരിക്കുമല്ലോ. അതായത് 3x എന്ന് പറയുന്നത് 60 ആണ് എങ്കിൽ x എന്ന് പറയുന്നത് 60 / 3, അതായത് 20 ആണ് x എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 20. ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 40. സിയുടെ ഇപ്പോഴത്തെ വയസ്സ് 60. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയുടെ 10 വർഷത്തിന് ശേഷം. എയുടെ 10 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിനോട് 10 കൂട്ടണം. അപ്പൊ എത്രയാണ് എയുടെ വയസ്സ് എന്ന് പറയുന്നത്? 30 വയസ്സായിരിക്കും എയ്ക്ക്. ഓക്കെ. ഒരു ടാപ്പ് 2 മണിക്കൂർ കൊണ്ട് ഒരു വാട്ടർ ടാങ്ക് നിറയ്ക്കുന്നു. 2 മണിക്കൂർ കൊണ്ട് നിറയ്ക്കുന്നു, പ്ലസ് ആണ്. ടാങ്കിന്റെ അടിയിലെ ചോർച്ചയിലൂടെ 3 മണിക്കൂറിൽ ശൂന്യമാകുന്നു. 3 മണിക്കൂറിൽ തീരും. രണ്ടും 1 മണിക്കൂർ തുറന്ന ശേഷം ചോർച്ച അടച്ചു. 1 മണിക്കൂർ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ചോർച്ച അടച്ചു. എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എ എന്ന് പറയുന്ന സാധനത്തിന്റെ 2 പ്ലസ് ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 3 മൈനസ് ആണ് അല്ലെ. ശൂന്യമാക്കുമല്ലേ ചെയ്യുന്നത്. ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര വരും? 6 ആണെന്ന് വിചാരിക്കുക. അതായത് രണ്ടും ഒരുമിച്ച് നിറയുവാണെങ്കിൽ അത് 6 ലിറ്റർ ആണ് ഈ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി എത്രയാണ്? 2ന്റെ എഫിഷ്യൻസി 3, ഇവിടുത്തെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2-ഉമാണ്. അതായത് -2 + 3 ആണ്. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇവർ പറഞ്ഞിരിക്കുന്ന 1 മണിക്കൂറിൽ എ എന്ന് പറയുന്നത് 3 ലിറ്റർ നിറക്കും. ഓക്കെ. 1 മണിക്കൂറിൽ ബി എന്ത് ചെയ്യും? 2 ലിറ്റർ ഒഴുക്കിക്കളയും. ഇതാണ് അതിന്റെ മീനിങ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ഇവിടെ എത്ര വരും? 3 2 എന്ന് പറയുമ്പോൾ ഏകദേശം മൊത്തം 6 ലിറ്ററിലെ ഏകദേശം 1 ലിറ്റർ ആണ്. വ്യത്യാസം എന്ന് പറയുമ്പോൾ 1 ലിറ്റർ അല്ലേ? 3 + 2. 1 മണിക്കൂർ കൊണ്ട് 3 ലിറ്റർ നിറഞ്ഞു, മറ്റേത് 2 ലിറ്റർ അങ്ങ് കുറച്ചു. അതായത് 1 മണിക്കൂറിൽ ഈ ടാങ്കിൽ 1 മണിക്കൂർ ഓൺ ചെയ്തിട്ടിട്ടും ഈ ടാങ്കിൽ 1 ലിറ്റർ വെള്ളേ വന്നിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. ബാക്കി എത്രയുണ്ട്? മൊത്തം 6 ലിറ്റർ ആണല്ലോ എന്റെ കപ്പാസിറ്റി. ബാക്കി എന്ന് പറയുന്നത് 5 ലിറ്റർ ആണ്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? ബാക്കി 5 ലിറ്ററിൽ എന്ത് ചെയ്യണം? എഫിഷ്യൻസി ഇനി എന്താ വേണ്ടത്? /3. എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമുക്കിവിടെ 2ന്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അത് അടച്ചു. ഓക്കെ. ഈ ടാങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുവാണ്. വെള്ളം ഒഴിച്ചു, ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, ഇതിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മളിവിടെ 3 ലിറ്ററോളം നിറച്ചെങ്കിൽ പോലും അത് എത്ര വന്നു? 1 ലിറ്ററേ മൊത്തം വെള്ളം വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളിത് അടച്ചു. അപ്പൊ ഓൾറെഡി ഇതിൽ എത്രയുണ്ട്? 5 ലിറ്റർ. 1 ലിറ്റർ ഉണ്ട്. ബാക്കി ഇനി എത്ര വേണം? 5 ലിറ്ററും കൂടി നമുക്കിനി നിറയണം. ഇനി ഇപ്പൊ എന്താണ് ഈ പറയുന്ന ബി എന്ന് പറയുന്ന സാധനം അവിടെ എന്താണ്? ഇല്ല. ബി നമ്മൾ ക്ലോസ് ചെയ്തു. എ മാത്രമേ ഉള്ളൂ. അപ്പൊ എയുടെ എഫിഷ്യൻസി എത്രയാണ്? 3. അപ്പൊ ടോട്ടൽ എത്രയാണോ അതിന്റെ വേണ്ടത് അതിനെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 5/3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5നെ 3 കൊണ്ട് ഹരിച്ചു നോക്കുക ഒരു തവണ അല്ലെ. ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോഴേക്കും 1 2/3 വരും. ഇത്രയുമാണ് നമ്മുടെ സമയം എന്ന് വേണ്ടത്. ഇനി പറയുന്ന 2/3 നമുക്ക് എന്തിലേക്ക് മാറ്റണം? സമയത്തിലോട്ടും മിനിറ്റിലോട്ട് മാറ്റണം. സോ 2/3 × 60 ചെയ്താൽ മതി. കട്ടായി പോകും 2 തവണ. 20 × 20 40 മിനിറ്റ്. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 1 മണിക്കൂർ 40 മിനിറ്റ് എന്ന് കിട്ടി. എന്തിന്? ഈ പറയുന്ന 5 ലിറ്റർ ഫില്ല് ചെയ്യാനായിട്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൊത്തം ടാങ്ക് നിറയുന്നതാണ്. അപ്പൊ ആദ്യം നമ്മളൊരു 1 മണിക്കൂർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെയാണ് ഈ 1 മണിക്കൂർ 40 മിനിറ്റ്. അപ്പൊ ടോട്ടൽ എത്രയാകും? 1 + 1 മണിക്കൂറും 40 മിനിറ്റും. അതായത് 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് എന്തിനു വേണ്ടത്? ഈ പറയുന്ന നമ്മുടെ ടാങ്ക് ഫില്ലാവാനുള്ള സമയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശേഷിക്കുന്ന 10ാമത്തെ 2 അക്ക സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 കൊണ്ട് ഹരിക്കണം. 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് വേണം? ശിഷ്ടം 1 വേണം.
ഓക്കെ, ശിഷ്ടം 1 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പർ അറിയാം, നമുക്ക് 6 ആണെന്ന്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രണ്ടക്ക സംഖ്യകളാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ വിട്ടേക്കാം. സോ ആദ്യത്തെ നമ്പർ എത്രയായിരിക്കും? 11 ആയിരിക്കും. തൊട്ടടുത്ത നമ്പറിന് ഇനി എന്താ, അങ്ങോട്ടേക്ക് 5 കൂട്ടി കൂട്ടി എഴുതിയാൽ മതി. 11, 16, 21, 26 വരും, 31, 36. ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കി. 36നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചു. 7 5 35, ശിഷ്ടം 1. 36 വരും, 41, 46, 51, 56. ഉണ്ടാ 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്, 56 ആണ്. ഈസി ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിന്റെ ആദ്യ പദം എന്ന് പറയുന്നത് ഇതൊരു സമാന്തര ശ്രേണിയല്ലേ, 5 കൂടിയല്ലേ പോയിരിക്കുന്നത്. സോ ആദ്യ പദം 11 ആണ്. പൊതുവ്യത്യാസം എത്രയാണ്? 5 ആണ്. n എന്ന് പറയുന്നത് 10ാം പദമാണ്. A10 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 10ാം പദത്തെ നമ്മൾ A+9D എന്ന് എഴുതും. A എന്ന് പറഞ്ഞാൽ 11 ആണ്. 9 × 5 11 + 45, അതായത് 56 വരും ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. AB എന്നീ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം 100 കിലോമീറ്റർ ആണ്. ഇതാണ് A, ഇതാണ് B. രണ്ടും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. A മുതൽ B വരെയുള്ള ഒരു കാറ് ആദ്യത്തെ 40 കിലോമീറ്റർ, ഇവിടം വരെ 40 കിലോമീറ്റർ എന്ത് ചെയ്തു? 60 km/h വേഗതയിൽ സഞ്ചരിച്ചു. ബാക്കിയുള്ള ദൂരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇനി 60 കിലോമീറ്റർ കൂടി ഉണ്ട്. 60 കിലോമീറ്റർ 45 km/h വേഗതയിലും സഞ്ചരിച്ചു. എങ്കിൽ കാറിന്റെ ശരാശരി വേഗതയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സമയം കണ്ടുപിടിക്കണം അല്ലെ. സമയം വേഗത എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൂരത്തെ സമയം കൊണ്ട്. പക്ഷെ ഇവിടെ രണ്ട് ദൂരമാണ്, രണ്ട് വ്യത്യസ്ത വേഗതകളുമാണ്. ഓരോന്നും കണ്ടുപിടിക്കാം. 40 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനായിട്ട് എത്ര സെക്കൻഡ് സമയം വേണ്ടി വരും? നമുക്ക് എന്താണ് വേഗത? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ദൂരത്തെ വേഗത കൊണ്ട് ഹരിച്ചാൽ മതി. എന്ത് കിട്ടാനായിട്ട്? വേഗതയല്ല കേട്ടോ, സമയം കിട്ടാൻ ദൂരത്തെ വേഗത കൊണ്ട് ഹരിച്ചാൽ മതി. 0 0 കട്ടാകും. 4/6 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. 2/3 ആണ് ആദ്യത്തെ സമയം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സമയം എത്രയാണ്? രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് 60 കിലോമീറ്റർ 45 km/h വേഗതയിൽ സഞ്ചരിച്ചു. 60/45 എന്ന് പറയുമ്പോൾ നമുക്ക് 15 കൊണ്ട് കട്ട് ചെയ്യാം. 4/3 അവർ എന്ന് വരും. ഇതാണ് നമ്മുടെ സമയം. അപ്പൊ ആകെ സമയം, ടോട്ടൽ സമയം എത്രയാണ്? നമുക്ക് ആദ്യത്തെ സമയം 2/3 ആണ്. രണ്ടാമത്തെ സമയം 4/3 ആണ്. 4 2 കൂടി കൂട്ടുമ്പോൾ 6/3, അതായത് 2 മണിക്കൂറാണ് ആകെ സമയം. ആകെ ദൂരം എത്രയാണ്? ആകെ ദൂരം എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആകെ ദൂരം എന്ന് പറയുന്നത് നമുക്കറിയാം 100 കിലോമീറ്റർ ആണ് ദൂരം എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. എത്ര മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിച്ചത്? 2 മണിക്കൂർ കൊണ്ട്. സോ നമ്മുടെ വേഗത എന്ന് പറയുന്നത് ദൂരത്തെ സമയം കൊണ്ട് ഹരിക്കുമ്പോൾ 50 km/h ആണ് വേഗത എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ABCCZGFMW ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം. സമയം 9:10 കാണിക്കുന്ന ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 9:10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 30h - 11/2 m ആണ്. 30 × h എന്ന് പറയുന്ന ഇതും ഇതാണ് m എന്ന് പറയുന്നത്. അപ്പൊ h എത്രയാണ്? 9 - 11/2 × 10 എന്ന് വരും. 270. 9 × 3 27, 27 ഇവിടെ 5 വരും. 11 × 5 55 വരും. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 215 ഡിഗ്രി എന്ന് വരും. നമുക്കറിയാം 180 കൂടുതലാണ് എങ്കിൽ നമ്മൾ അത് എന്തിൽ നിന്ന് മൈനസ് ചെയ്യണം? 360 നിന്ന് മൈനസ് ചെയ്ത് 215 മൈനസ് ചെയ്യണം. ആൻസർ കിട്ടേണ്ടത് 145 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. 6, 30, 20, 130 എന്ന പരമ്പരയിലെ കാണാതായ നമ്പർ എഴുതുക. മിസ്സിംഗ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 6 എന്ന് പറയുന്നതിന് നമുക്ക് 3ന്റെ സ്ക്വയറിൽ നിന്ന് 3 കുറച്ചാൽ മതി. അതായത് 9 - 3 ആണ് 6 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 30 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബിനോട് 3 കൂട്ടുന്നതാണ്. അതായത് 27നോട് 3 കൂട്ടും. നെക്സ്റ്റ് നോക്കിക്കേ, 20 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയറിൽ നിന്ന് 5 കുറയ്ക്കുന്നതാണ് 20 എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്?
130 അല്ലേ. 130 എന്ന് പറയുമ്പോൾ എന്താണ്? 5ന്റെ സ്ക്വയറിനോട് നമ്മൾ 5 കൂട്ടണം. അപ്പോൾ ഇവിടെ എത്ര വരും? 125നോട് 5 കൂട്ടുമ്പോഴാണ് 130 കിട്ടേണ്ടത്. 3, 5 നെക്സ്റ്റ് എന്തായിരിക്കണം? 7. 7ന്റെ സ്ക്വയറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 7 മൈനസ് ചെയ്യണം. 7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. അതിൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 42 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. എ പോയിന്റിൽ നിന്ന് ആരംഭിച്ച് രാജു 100 മീറ്റർ കിഴക്കോട്ട് നടന്നു. എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന്, ഇതാണ് കിഴക്ക് അല്ലെ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, കിഴക്കോട്ട് നടന്നു. 100 മീറ്റർ കിഴക്കോട്ട് പോയേ. ഇനി എന്താ പറഞ്ഞ? വലത്. വലതെന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് തിരിക്കേണ്ടത്. ഇങ്ങനെ നിൽക്കുന്ന സൂചി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നേരെ താഴോട്ടാണ്. എത്രയാണ് നടന്നത്? 50 മീറ്റർ നടന്നു. വീണ്ടും വലതോട്ട്. ഇങ്ങനെ നിൽക്കുന്ന ക്ലോക്ക് വലത്തെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് നടക്കേണ്ടത്. 50 മീറ്റർ വീണ്ടും നടന്നു. ഓക്കെ. എന്നിട്ട് എന്താണ്? ഇടത്തോട്ട്. ഇങ്ങനെ നിൽക്കുന്ന ക്ലോക്ക് അല്ലെ, ക്ലോക്കിന്റെ സൂചി വലത്തെന്ന് പറയുമ്പോൾ മുകളിലോട്ടാ പോകേണ്ടത്. ഇത് ഇടത്തെന്നാ പറഞ്ഞിരിക്കുന്നത്. സോ നേരെ താഴത്തോട്ട് എത്ര വേണം? 50 മീറ്റർ വേണം. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒടുവിൽ വീണ്ടും വലത്തോട്ട്. അപ്പൊ ഇവിടം വരെ എത്തി. വീണ്ടും വലത്തോട്ട് എന്ത് ചെയ്തു? 50 മീറ്റർ പോയി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് രാജു എത്ര അകലെയാണ്? ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇവിടെ 100 ആണെന്ന് നമുക്കറിയാം. ഇവിടെ 50 ആണ്. അപ്പൊ ഇതും എന്തായിരിക്കും? 50 ആണ്. അപ്പൊ ഇവിടെ ആൻസർ എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 100 അല്ല, ഇവിടെ 50, ഇവിടെ 50. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഓക്കെ. അപ്പൊ എത്രയാണ് അകലത്തില്? 100 മീറ്റർ തന്നെയാണ് അകലത്തിൽ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് രാജുവിന്റെ ലേക്കുള്ള അകലം എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. 25 പ്ലസ് 35 ഡിവൈഡഡ് ബൈ -7 മൈനസ് 45 ഇൻറ്റു 2 പ്ലസ് 30 ഇൻറ്റു 4. 20 ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ബോർഡ് മാസ് ബ്രാക്കറ്റ് ഡിവിഷൻ അല്ലെ, ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഒ എന്ന് പറയുന്നത് ശരിക്കും ഓർഡർ എന്നും കൂടിയാണ് കേട്ടോ ഇതിന്റെ മീനിങ്. അതായത് നമ്മൾ ക്യൂബോ റൂട്ടോ ഒക്കെ വരുവാണെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി നോക്കിക്കേ, 25 പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം? 35 ഡിവൈഡ് ബൈ -7 ചെയ്യാം. 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 5 വരും. -7 ആയതുകൊണ്ട് -5 വരാം. മൈനസ് 45 ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യാം. 45 ഇൻറ്റു 2 എന്ന് പറയുന്നത് 90 വരും. പ്ലസ് 30 ഇൻറ്റു 4 എന്ന് പറയുന്നത് 120 വരും. ഇനി നോക്കിക്കേ, 25ൽ നിന്ന് 5 കുറക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 20 ആണ് അല്ലെ. 20 മൈനസ് 90 എന്ന് വരും. പ്ലസ് 120 എന്ന് വരും. 20ൽ നിന്ന് 90 കുറക്കുമ്പോൾ -70 പ്ലസ് 120 എന്ന് വരും. 120ൽ നിന്ന് 70 കുറക്കുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ. ആൻസർ എത്ര വരും? 50. ഓപ്ഷൻ ബി 50 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ്. ഇംഗ്ലീഷ്, മലയാളം 3 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നല്ല രീതിക്ക് വലിയ പാടുള്ളതല്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പോലെ അത്ര ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല ഇതിന്റെ മാത്സ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.